Hi all. Okay, in the last session we discussed in detail. We discussed about the structure and function of the thoracic region and the lumbar region. Okay, in this session, planning to discuss about the structure and function of the sacral region and the sacroiliac joint, then muscles in the vertebral column, and the age-related changes in the vertebral region. Okay, and in this session. Okay, everybody know the structure of the sacral region or sacral bone. Okay, sacral bone എന്ന് പറയുന്നത് എന്താണ്? It's a 5 sacral vertebra are fused to form the triangular or wedge shaped structure that is called a sacrum. Okay, everybody know that. എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും അറിയാം എന്താണ് sacrum എന്ന് പറഞ്ഞാൽ sacrum bone എന്താണെന്ന് അറിയാം. Okay, it's articulation with the inferior facet of the fifth lumbar vertebra. അപ്പോൾ ആ സാക്രത്തിൻ്റെ ആർട്ടിക്കുലേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഫിഫ്ത്ത് ലംബാർ വെർട്ടിബ്രേൻ്റെ ഇൻഫീരിയർ ആസ്പെക്റ്റും സാക്രത്തിൻ്റെ സുപ്പീരിയർ ബേസും തമ്മിൽ ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നതാണ് ഏത്? ലംബോ സാക്രൽ ജോയിൻറ്റ്. ഓക്കെ, നമ്മൾ ഇന്നലെ ലംബോ സാക്രൽ ഇതൊക്കെ നോക്കി, ലംബർ സാക്രൽ ഇതൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ? Okay, and the articulation with the inferior facet of the fifth lumbar vertebra and apex of the triangle formed by the fifth sacral vertebra and articulate with the coccyx. അപ്പോൾ ഇതിൻ്റെ സാക്രത്തിൻ്റെ അപ്പെക്സ് എന്ന് പറയുന്ന അല്ലെങ്കിൽ എൻഡ് എന്ന് പറയുന്നത് എന്താണ്? ഫോംഡ് ബൈ ദി ഫിഫ്ത്ത് സാക്രൽ വെർട്ടിബ്ര. 5 സാക്രൽ വെർട്ടിബ്ര ടുഗദർ ഫോം ചെയ്യുന്ന വെജ് ഷേപ്പ് ട്രയാങ്കുലർ ബോണാണ് സാക്രം. ഇതിൻ്റെ എൻഡിൽ എന്ന് പറഞ്ഞാൽ ഫിഫ്ത്ത് സാക്രൽ വെർട്ടിബ്ര, അത് കോക്സിസ് ആയിട്ടാണ് ആർട്ടിക്കുലേറ്റ്. നിങ്ങൾക്കറിയാം കോക്സിസ് എന്താണെന്ന് അറിയാം അല്ലേ? സാക്രത്തിൻ്റെ എൻഡിൽ വരുന്ന എന്താണ്? ആ ടൈൽ പോയിട്ടുള്ള ഭാഗമാണ് ഇത് കോക്സിസ് എന്ന് പറഞ്ഞ് പോകുന്നത്. ഓക്കെ, അതാണ് അപ്പെക്സ്. And the two SI joints. SI joints means sacroiliac joints consist of articulation between the left and right articulations of the sacrum. അതായത് സാക്രത്തിൻ്റെ സുപ്പീരിയർ പാർട്ടിൽ നിന്ന് റൈറ്റും ലെഫ്റ്റായിട്ട് നമുക്ക് എന്താണ് ഒരു ഫോർമേഷൻ കാണാൻ, അല്ലെങ്കിൽ എന്താണ് ജസ്റ്റ് ഒരു എന്താണ് റൈറ്റും ലെഫ്റ്റായിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു ആർട്ടിക്കുലേഷൻ ബേസ് കാണാം, അല്ലെങ്കിൽ സർട്ടിക്കുലർ ഫേസിറ്റ് കാണാം. അതാണ് സാക്രോ ഇല്ലിയാക്ക്. അതായത് ഇല്ലിയാക് ക്രസ്റ്റും ഇല്ലിയാക് ബോണും സാക്രോ തമ്മിലുള്ള ജോയിൻറ്റ് ടുഗദർ ആർട്ടിക്കുലേഷൻ ചെയ്യുന്ന ഏരിയയാണ് SI ജോയിൻ്റ് എന്ന് പറയുന്നത്, റൈറ്റും ലെഫ്റ്റും ഉള്ളത്. ഓക്കെ, the anterior interosseous and posterior sacroiliac ligaments are directly associated with the SI joint. SI joint directly connect ചെയ്യുന്നതാണ് anterior ligament, sacroiliac ligament, interosseous sacroiliac ligament and the posterior sacroiliac ligament. Okay, and a separate portion of the posterior sacroiliac ligament is called either long posterior sacroiliac ligament or the long dorsal sacroiliac ligaments. അപ്പോൾ നമുക്ക് ആ സാക്രോയിലിയാക് ലിഗമെൻറ്റിനെ പോസ്റ്റീരിയർ സാക്രോയിലിയാക് ലിഗമെൻറ്റിൽ നിന്നാണ് നമുക്ക് ലോങ് പോസ്റ്റീരിയർ സാക്രോയിലിയാക് ലിഗമെൻറ്റും അല്ലെങ്കിൽ ലോങ് ഡോർസൽ സാക്രോയിലിയാക് ലിഗമെൻറ്റും നമുക്ക് പറയാം. ഓക്കെ, ആൻഡ് വേറെയുള്ള ലിഗമെൻ്റാണ് ഇല്ലിയോ ലംബാർ ലിഗമെൻറ്റ് വിച്ച് ഈസ് കണക്റ്റഡ് ഫിഫ്ത്ത് ലംബാർ വെർട്ടിബ്ര ടു ദി സാക്രം ആൻഡ് ദി സാക്രൽ സ്പൈനസ് ലിഗമെൻറ്റ്. ഓക്കെ, അപ്പോൾ നമുക്കുള്ളത് ആൻറ്റീരിയർ ഇൻട്രോഷ്യസ് പോസ്റ്റീരിയർ സാക്രോയിലിയാക് ലിഗമെൻറ്റ് ഉണ്ട്, ഇല്ലിയോ ലംബാർ ലിഗമെൻറ്റ്സ് ഉണ്ട്, ആൻഡ് സാക്രോ സ്പൈനൽ ലിഗമെൻ്റ് ഉണ്ട്. ഓക്കെ, പിന്നെ ഉള്ളതാണ് ഇതാണ് പോസ്റ്റീരിയർ കണക്ഷൻ, പെൽവിസിൻ്റെ പോസ്റ്റീരിയർ കണക്ഷൻ. ദെൻ ദി സിംഫൈസിസ് പ്യൂബിസ്. നിങ്ങൾക്കറിയാം സിംഫൈസിസ് പ്യൂബിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആൻറ്റീരിയർലി, അതായത് ടു ആൻറ്റീരിയർലി പ്യൂബിസ് ബോൺ തമ്മിൽ, അതായത് ഈസ് എ കാർട്ടിലേജ് ജോയിൻറ്റ് ലൊക്കേറ്റഡ് ബിറ്റ്വീൻ ദി ടു എൻഡ് ഓഫ് ദ പ്യൂബിക് ബോൺ ടുഗദർ ഫോം ചെയ്യുന്ന ആൻറ്റീരിയർ ജോയിൻ്റാണ് പ്യൂബിക് സിംഫൈസിസ്. ഓക്കെ, എൻഡ് ഓഫ് ഈച്ച് pubic bone is covered with large with a layer of articular cartilage and a joint formed by the fibrocartilaginous disc. Okay, that joins and hyaline cartilage covers ends of the bones. Okay, അപ്പോൾ നമുക്കുള്ളത് അറിയാം pubic symphysis എന്താണ്. And the 3 ligaments that are associated with the joint are pubic symphysis-ൻ്റെ മെയിൻലി ഉള്ള 3 ligaments ആണ്. superior pubic ligament, inferior pubic ligament, inferior pubic ligament and the posterior ligament. ഓക്കെ, നമുക്ക് 3 ligaments ആണ് pubic symphysis-ലുള്ളത്, superior pubic ligament, inferior pubic ligament and posterior ligament. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇത് ലിഗമെൻറ്റ്സിലുള്ളത്. ഇത്രയും ലിഗമെൻറ്റ്സ് ആണ് pubic symphysis-ലുള്ളത്. Then the function of the sacral region. ഇപ്പോൾ സാക്രൽ റീജിയനിലെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് മൂവ്മെൻറ്റ് ഓഫ് ദി സാക്രം. ഓക്കെ,
The sacroiliac joint permits small amount of motion that is around the individuals. ഇപ്പോൾ സാക്രോയിലിയക് ജോയിൻറ്റിൽ എന്ന് പറയുമ്പോൾ ചെറിയ മൂവ്മെൻറ്റ് മാത്രമേ നമുക്കുള്ളൂ. ഓക്കെ, സാക്രോയിലിയക് ജോയിൻറ്റ് നിങ്ങൾക്കറിയാം, മൈൻഡിൽ കാണാം. ഓക്കെ, ഫസ്റ്റ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? ന്യൂട്ടേഷൻ. നമുക്ക് രണ്ട് മൂവ്മെൻ്റ് ആണുള്ളത്, ഒന്ന് ന്യൂട്ടേഷനും കൗണ്ടർ ന്യൂട്ടേഷനും. ഓക്കെ, ന്യൂട്ടേഷൻ ആൻഡ് counter nutation is a movement of the sacrum on the sacroiliac joint which is called as nutation and counter nutation. ഇപ്പോൾ ന്യൂട്ടേഷൻ എന്ന് പറയുന്നത് the movement of the sacrum promontory of the sacrum anteriorly. Okay, the sacrum moves anteriorly and inferiorly. Okay, അതായത് സാക്രത്തിൻ്റെ സുപ്പീരിയർ പാർട്ട് എന്താണ്? വിച്ച് മൂവ്സ് ആൻറ്റീരിയർലി ആൻഡ് ഇൻഫീരിയർലി while the coccyx moves posteriorly in relation to the ilium. അപ്പോൾ ന്യൂട്ടേഷൻ എന്ന് പറയുന്ന സമയത്ത് ഈ പിക്ചർ നിങ്ങൾക്ക് കാണാം. പിക്ചറെ സേ ദാറ്റ് ദ ബേസ് അല്ലെങ്കിൽ സുപ്പീരിയർ പാർട്ട് ഓഫ് ദ സാക്രം വിച്ച് മൂവ്സ് ആൻറ്റീരിയർലി ആൻഡ് ഇൻഫീരിയർലി ആൻഡ് കോക്സിസ് മൂവ്സ് പോസ്റ്റീരിയർലി. ഓക്കെ, ഇതിനെയാണ് നമ്മളിത് പറയുന്നത് ന്യൂട്ടേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ന്യൂട്ടേഷൻ എന്ന് പറയുന്നതാണ് ഇത്. ഇപ്പോൾ കോക്സിസ് പോസ്റ്റീരിയർലി സാക്രത്തിൻ്റെ സുപ്പീരിയർ പാർട്ട് ആൻറ്റീരിയർലി ഇൻഫീരിയർലി ചെയ്യുന്ന സമയത്തുള്ള ആ റൊട്ടേഷനാണ് ന്യൂട്ടേഷൻ. അതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ന്യൂട്ടേഷൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള മൂവ്മെൻറ്റാണ് കൗണ്ടർ ന്യൂട്ടേഷൻ. കൗണ്ടർ ന്യൂട്ടേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് റെഫേഴ്സ് ദി ഓപ്പോസിറ്റ് മൂവ്മെൻറ്റ്. അതായത് എന്തായിരിക്കും ഇതിൻ്റെ ഓപ്പോസിറ്റ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്? ദി സുപ്പീരിയർ പാർട്ട് ഓഫ് ദി സാക്രം വിച്ച് മൂവ്സ് പോസ്റ്റീരിയർലി and superiorly. Okay, which moves posteriorly and superiorly and coccyx moves anteriorly. Okay, എന്നാണ് കൗണ്ടർ ന്യൂട്രീഷൻ. അപ്പോൾ പിക്ചർ ബി സേസ് ദാറ്റ് എന്താണ്? ദ സുപ്പീരിയർ പാർട്ട് ഓഫ് ദി സാക്രം വിച്ച് മൂവ്സ് പോസ്റ്റീരിയർലി ആൻഡ് സുപ്പീരിയർലി അല്ലേ, പോസ്റ്റീരിയർലി ആൻഡ് സുപ്പീരിയർലി ആൻഡ് കോക്സിസ് എങ്ങോട്ടാണ് പോകുന്നത്? സുപ്പീരിയർ ആൻറ്റീരിയർലി. ഇതാണ് കൗണ്ടർ ന്യൂട്രീഷൻ. ദിസ് ഈസ് ദ ഫങ്ഷൻ ഓഫ് ദി സാക്രം, ന്യൂട്രീഷൻ ആൻഡ് കൗണ്ടർ ന്യൂട്രീഷൻ. ഓക്കെ, നമുക്ക് ഇനിയുള്ളത് മസിൽസ് നോക്കാം. ഓക്കെ, മസിൽസിനകത്ത് നമുക്ക് പറയാനുള്ളത് ദ ക്രേനിയോ cervical and the upper thoracic regions. The muscles of the cranial cervical region serves two primary roles: to hold the head upright against gravity and the infinitely position the head of the space in order to optimally position the sensory organs. Okay, അപ്പോൾ ക്രേനിയോ സെർവൈക്കൽ റീജിയനിലെ അപ്പർ തൊറാസിക് റീജിയനിലെ മസിൽസിൻ്റെ ഫംഗ്ഷനാണ് നമ്മൾ ഹെഡിനെ അപ്രൈറ്റ് പൊസിഷനിൽ വെക്കുന്നത്. ഏത് പൊസിഷനിൽ ഹെഡിനെ നോർമലി എന്താണ് പൊസിഷൻ ചെയ്ത് വെക്കുക, അതിന് സെൻസറി ഓർഗൻസിനൊക്കെ അതിൻ്റെ ഒപ്റ്റിമൽ പൊസിഷനിൽ മെയിൻറ്റെയിൻ ചെയ്ത് വെക്കലാണ് ഇത്രയും മസിൽസിൻ്റെ ഫംഗ്ഷൻ. ആൻഡ് മസിൽസ് ഓഫ് ദി cervicothoracic region also serves two primary roles: position of the head and trunk and space and stabilize the head and neck, allow the production of the movement of the scapula. അപ്പോൾ നമുക്ക് ഒരുപാട് മസിൽസ് ഉണ്ട്. എന്തൊക്കെയുണ്ട് അപ്പർ തൊറാസിക് റീജിയനിൽ? ഇപ്പോൾ എൻ്റയർ സെർവൈക്കൽ റീജിയൻ നമ്മൾ എടുക്കുന്നതാണെങ്കിൽ നമുക്ക് സെർവൈക്കൽ റീജിയൻ മുതൽ തുടങ്ങാം. ഓക്കെ, അതിനകത്ത് പോസ്റ്റീരിയർ മസിൽസ് എടുക്കാം. ഇപ്പോൾ മസിൽസിൻ്റെ ഒറിജിൻ ഇൻസേർഷനൊക്കെ നിങ്ങൾക്ക് എന്താണെന്നെല്ലാം അറിയാം. അപ്പോൾ സെർവൈക്കൽ റീജിയനിൽ കുഞ്ഞു കുഞ്ഞു മസിൽസിൻ്റെ കാര്യങ്ങൾ ഞാൻ ഫാസ്റ്റായിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. ഓക്കെ, അതിൻ്റെ അകത്ത് പറയുന്നതാണ് പോസ്റ്റീരിയർ മസിൽസ് എടുക്കുന്നതാണ് ട്രപ്പീസിയസ്. എവരിബഡി നോ അല്ലേ? ട്രപ്പീസിയസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് സൂപ്പർഫിഷ്യൽ ഓഫ് ദ പോസ്റ്റീരിയർ മസിൽസ് ആണ്, സൂപ്പർഫിഷ്യൽ മസിലാണ്. ആൻഡ് ട്രപ്പീസിയസ് സ്പാൻസ് ഫ്രം ദി ഓക്സിപുട്ട് ടു ദി ലോവർ തൊറാസിക് സ്പൈൻ. ഓക്സിപുട്ടിൽ നിന്ന് ലോവർ തൊറാസിക് സ്പൈനിലേക്ക് പോകുന്നതാണ് ഈ ട്രപ്പീസിയസ് എന്ന് പറയുന്നത്. ആക്ടിങ് യൂണിലാറ്ററി, upper trapezius can produce ipsilateral lateral flexion and contralateral rotation and head of the neck. Ipsilateral one side മാത്രം ഇത് വർക്ക് ചെയ്യുന്നതാണെങ്കിൽ, ട്രപ്പീസിയസ് upper trapezius വർക്ക് ചെയ്യുന്നതാണെങ്കിൽ സെയിം സൈഡ് ഫ്ലെക്ഷനും അല്ലേ, ആൻഡ് ഇപ്സിലാറ്റർ സെയിം സൈഡ് ആൻഡ് കോൺട്രലാറ്റർ റൊട്ടേഷൻ രണ്ടും ഒരുമിച്ചാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നതാണെങ്കിൽ ഓപ്പോസിറ്റ് റൊട്ടേഷനും ചെയ്യും. ഓക്കെ, ഇതിൻ്റെ ലെവേറ്റസ് സ്കാപ്പുല ഡീപ്പസ്റ്റ് മസിലാണ്. ഈ ട്രപ്പീസിയസിനേക്കാളും കുറച്ച് ഡീപ്പായിട്ടുള്ള മസിലാണ്. ആൻഡ് ഇറ്റ് റൺസ് ഫ്രം ദി റൂട്ട് ഓഫ് ദ സ്പൈൻ ഓഫ് ദ സ്കാപ്പുല ആൻഡ് ഗോസ് സുപ്പീരിയർലി ആൻഡ് മീഡിയലി ആൻഡ് ആൻറ്റീരിയർലി ഇൻസൈഡ് ദ സെർവൈക്കൽ ട്രാൻസ്വേഴ്സ് പ്രോസസ്. ഇപ്പോൾ സ്കാപ്പുലയിൽ നിന്ന് തുടങ്ങിയിട്ട് സെർവൈക്കൽ റീജിയനിലേക്ക് വേണ്ടി എൻഡ് ചെയ്യുന്നതാണ് ഇത് ലെവേറ്റർ സ്കാപ്പുല. ആൻഡ് ഇതിൻ്റെ മെയിൻ ആക്ഷൻ എന്ന് പറയുന്നത് വിൽ പ്രൊഡ്യൂസ് ഇപ്സിലാറ്ററൽ ലാറ്ററൽ ഫ്ലെക്ഷൻ. ഓക്കെ, സെയിം സൈഡിലെ ലാറ്ററൽ ഫ്ലെക്ഷൻ ആൻഡ് റൊട്ടേഷൻ ഓഫ് ദ സെർവൈക്കൽ സ്പൈൻ. അപ്പോൾ ഇതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് സെയിം സൈഡ് ലാറ്ററൽ ഫ്ലെക്ഷനും ഓപ്പോസിറ്റ് സൈഡ് റൊട്ടേഷനും. ഇപ്പോൾ നമുക്ക് ഈ പിക്ചറിൽ കാണാൻ പറ്റും. ഓക്കെ, ഒരുപാട് മസിൽസ് ഉണ്ട്. ലോങ്ങിസിമസ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മസിൽസാണിത്. ലോങ്ങിസിമസ്, ക്യാപിറ്റിസ് മസിൽ, സെമി സ്പൈനാലിസ് ക്യാപിറ്റിസ്, ലോങ്ങിസിമസ് സെർവിക്സ്, ലിയോകോസ്റ്റൽ സെർവിക്സ്, ഇന്റർസ്പൈനാലിസ്,
ഓക്കെ. റൊട്ടേറ്റോറിയസ്, ഇത്രയും മസിൽസ് ഉണ്ട്, ഒരുപാട് മസിൽസ് ഉണ്ട്. ഓക്കെ നോക്കാം. സ്പൈനാലിസ്, തൊറാസിസ് ലോങ്ങിസിമസ്, തൊറാസിസ് മസിൽസ്, ഇൻ്റർസ്പൈനാലിസ് ലംബോറം മസിൽസ്, ക്വാഡ്രേറ്റസ് ലംബോറം, ലാറ്ററൽ ഇൻ്റർ ട്രാൻസ്വേഴ്സ് റേ. ഓക്കെ, ഒരുപാട് കുഞ്ഞു കുഞ്ഞു മസിൽസ് ഉണ്ട്. ഈ എക്സ്റ്റൻസ് പോസ്റ്റീരിയർ മസിൽസ് എന്ന് പറയുന്നത്. ഓക്കെ, പോസ്റ്റീരിയർ സൈഡുള്ള മസിൽസ്. പിന്നെ നെക്സ്റ്റ് ഉള്ളത് സ്പ്ലീനിയസ് ക്യാപിറ്റസ് ആൻഡ് സ്പ്ലീനിയസ് സെർവിക്സ് മസിൽസ് ആർ ഡീപ്പസ്റ്റ് ടു ദി ലെവേറ്റസ് സ്കാപ്പുല. ലെവേറ്റസ് സ്കാപ്പുലിൻ്റെയും ഡീപ്പസ്റ്റ് ആയിട്ടുള്ള രണ്ട് മസിൽസാണ് സ്പ്ലീനിയസ് ക്യാപിറ്റസ് ആൻഡ് സ്പ്ലീനിയസ് സെർവിക്സ്. ഓക്കെ, ഇസ് എ ലാർജ് ഫാറ്റ് മസിൽസ് ആണ്, ഫ്ലാറ്റ് മസിൽസ് ആണ്, ആൻഡ് റണ്ണിങ് ഫ്രം ദി സ്പൈനസ് പ്രോസസ് ഓഫ് ദി സെർവൈക്കൽ ആൻഡ് thoracic spine and ligamentum nuchae and superior nuchal line and mastoid process and the cervical transverse process. Okay, they produce extension when working bilaterally and ipsilateral rotation when working unilaterally. ഇപ്പോൾ ഒരുമിച്ച് ഈ സ്പ്ലീനസ് ക്യാപിറ്റസും റൈറ്റും ലെഫ്റ്റും ഒരുമിച്ച് വർക്ക്, സ്പ്ലീനസ് ക്യാപിറ്റസ് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ടുഗദർ വർക്ക് ചെയ്യുന്നതാണ്. അത് എക്സ്റ്റൻഷൻ ഓഫ് ദി സെർവൈക്കൽ റീജിയനും. ആൻഡ് ഒരേ സൈഡ് മാത്രമാണ് വർക്ക് ചെയ്യുന്നതാണെങ്കിൽ റൊട്ടേഷൻ, ഇപ്സിലാട്ടർ സെയിം സൈഡ് റൊട്ടേഷനെ ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ സെമി സ്പൈനാലിസ് ക്യാപിറ്റസ് ആൻഡ് സെമി സ്പൈനാലിസ് സെർവിക്സ്. ഇപ്പോൾ സെമി സ്പൈനൽ സെർവിക്സ് ഉണ്ട്. അപ്പോൾ സ്പ്ലീനസ് ക്യാപിറ്റസ് നോക്കി, സ്പ്ലീനസ് സെർവിക്സ് നോക്കി. ദെൻ എന്താണ് നെക്സ്റ്റ് മസിൽസ് സെമി സ്പൈനാലിസ് ക്യാപിറ്റസ് ആൻഡ് സെമി സ്പൈനാലിസ് സെർവിക്സ്. ഓക്കെ, മസിൽസ് ആർ ഡീപ്പ് ടു ദി സ്പ്ലീനസ് ഗ്രൂപ്പ്. ഇപ്പോൾ സ്പ്ലീനസ് ക്യാപിറ്റസിൻ്റെയും സ്പ്ലീനസ് സെർവിക്സിൻ്റെയും ബിനീത്തിൽ വരുന്ന മസിൽസാണ് സ്പീനസ് സെമി സ്പൈനാലിസ് ക്യാപിറ്റസ് ആൻഡ് സെമി സ്പൈനാലിസ് സെർവിക്സ്. ഓക്കെ, ദേ പ്രൊഡ്യൂസ് extension of the head and neck and increase in the cervical lordosis. എക്സ്റ്റൻഷൻ ആണ് ഇതിൻ്റെ ഹെഡ് ആൻഡ് നെക്കിൻ്റെ മെയിൻലി ഇതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഹെഡ് ആൻഡ് നെക്കിൻ്റെ എക്സ്റ്റൻഷൻ ആണ്. ആൻഡ് റൺ ഫ്രം ദി ഓക്സിപിറ്റ് ടു ദി സെർവൈക്കൽ സ്പൈനസ് പ്രോസസ് ആൻഡ് ദി thoracic transverse process to the cervical spinous process. Cervical spinous processum ഓക്സിപിറ്റും തമ്മിലുള്ള കണക്ഷനാണ് ഈ മസിൽ. ഓക്കെ, ദെൻ ദി നെക്സ്റ്റ് മസിലാണ് longissimus capitis and longissimus cervix. അല്ലെങ്കിൽ ഡീപ്പ് ടു ദിസ് സെമി സ്പൈനാലിസ് മസിൽസിൻ്റെ ഡീപ്പായിട്ട് വരുന്ന മസിൽസ്, കുഞ്ഞു മസിൽസ് ആണ് ലോങ്ങിസിമസ് ക്യാപിറ്റിസ്, ലോങ്ങിസിമസ് സെർവിക്സും. ഓക്കെ, സബോക്സിപിറ്റൽ മസിൽസ് ഇതാണ് ഏത് ലോങ്ങിസിമസ്. പിന്നെയുള്ളത് സബോക്സിപിറ്റൽ, ഓക്സിപിറ്റലിൻ്റെ തൊട്ട് താഴെ, അതായത് നമ്മളെ ഹെഡിന് എടുക്കുക, ഓക്സിപുട്ടും അപ്പർ സെർവൈക്കൽ റീജിയൻ തമ്മിൽ കണക്ട് ചെയ്യുന്ന കുറച്ച് മസിൽസ് ഉണ്ട്, അതാണ് സബോക്സിപിറ്റൽ മസിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഗ്രൂപ്പിലുള്ള മസിൽസ് എന്ന് പറയുന്നത് റെക്ടസ് ക്യാപിറ്റസ് പോസ്റ്റീരിയർ മൈനർ, റെക്ടസ് ക്യാപിറ്റസ് പോസ്റ്റീരിയർ മൈനർ ആൻഡ് റെക്ടസ് ക്യാപിറ്റസ് പോസ്റ്റീരിയർ മേജർ. ഓക്കെ, ദെൻ ദി ഇൻഫീരിയർ ഒബ്ലിക് ആൻഡ് സുപ്പീരിയർ ഒബ്ലിക് മസിൽ. ഇത്രയും 4 മസിൽസാണ് ഏതുള്ളത് സബോക്സിപിറ്റൽ മസിൽ. സബോക്സിപിറ്റൽ മസിൽ എന്ന് പറയുമ്പം തന്നെ അതിനകത്ത് പേരുണ്ട്. ഓക്സിപിറ്റൽ മസിലിൻ്റെ ബേസിലുള്ള എന്താണ് ഓക്സിപുട്ടിൻ്റെ തൊട്ട് താഴെ ആ ഒരു ബേസിൽ നമ്മൾ അപ്പർ സെർവൈക്കൽ റീജിയനും ഇതും കൂടി കണക്ട് ചെയ്യുന്ന എന്താണ് അപ്പർ സെർവൈക്കൽ റീജിയനും ദെൻ ഓക്സിപുട്ടും നമ്മൾ കണക്ട് ചെയ്യുന്ന ഏരിയയിൽ ആ ഒരു ഏരിയയാണ് സബ് ഓക്സിപിറ്റൽ ഏരിയ എന്ന് പറയുന്നത്. ആ ഏരിയയിലെ മസിൽസാണ് ഈ റെക്ടസ് ക്യാപിറ്റസ് പോസ്റ്റീരിയർ മൈനർ ആൻഡ് റെക്ടസ് ക്യാപിറ്റസ് പോസ്റ്റീരിയർ മേജർ, ഇൻഫീരിയർ ഒബ്ലിക് ആൻഡ് സുപ്പീരിയർ ഒബ്ലിക്. ഓക്കെ, ദെൻ ദി നെക്സ്റ്റ് മസിൽസ്, ഇപ്പോൾ പോസ്റ്റീരിയർ മസിൽസ് നമ്മൾ നോക്കി. ദെൻ ലാറ്ററൽ മസിൽസ് എടുക്കുന്നതാണെങ്കിൽ സ്കെലനി മസിൽസ് ആർ ലൊക്കേറ്റഡ് ഇൻ ദ lateral aspect of the cervical spine and serve the frontal plane stabilizer along with the longissimus muscle and posterior when they acting as group. Okay, ഇപ്പോൾ സ്കെലിനി മസിൽ ഉണ്ട്. then the sternocleidomastoid muscle runs from നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നെക്കിലുള്ള മൂവ്മെൻറ്റുള്ള മസിലാണ്. ആൻറ്റിയർ പാർട്ടുള്ള അല്ലെങ്കിൽ ആൻഡ്രോലാറ്ററൽ പാർട്ടായിട്ട് കാണുന്ന മസിലാണ് sternocleidomastoid. runs from the sternum to the distal clavicle and അക്രോമിയൻ ടു ദി മാസ്റ്റോയിഡ് പ്രോസസ്സ്. അപ്പോൾ ഇതിനകത്ത് സ്റ്റേണം ഉണ്ട്, ക്ലാവിക്കൽ ഉണ്ട്, അക്രോമിയൻ പ്രോസസ്സ് ഉണ്ട്. അക്രോമിയൻ പ്രോസസ് ടു ദി ക്ലാവിക്കൽ, അക്രോമിയൻ പ്രോസസ്സ് അല്ല സ്റ്റേണത്തിൽ നിന്ന് എങ്ങോട്ടേക്കാണ് പോകുന്നത്, സ്റ്റേണത്തിൽ നിന്ന് ക്ലാവിക്കിലേക്കും, ക്ലാവിക്കിൽ നിന്ന് ഇങ്ങോട്ട് മാസ്റ്റോയിഡ് പ്രോസസ്സിലേക്കും കണക്ട് ചെയ്യുന്നതാണ് സ്റ്റേണോക്ലീഡോമാസ്റ്റോയിഡ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പിച്ചിൽ നിങ്ങൾക്ക് ലെവേറ്റർ സ്കാപ്പുലേൻ്റെ പൊസിഷൻ കാണാം ആൻഡ് സ്കെലനി ആൻറ്റീരിയർ സ്കെലനിൻ്റെയും പൊസിഷൻ കാണാം. ഓക്കെ, അപ്പോൾ സ്കെലിനി മസിൽസ് എന്ന് പറയുന്നത് നമുക്ക് 3 പാർട്ടുണ്ട്. ആൻറ്റീരിയർ സ്കെലിനി ഉണ്ട്, മിഡിൽ സ്കെലിനി ഉണ്ട്, പോസ്റ്റീരിയർ സ്കെലിനി ഉണ്ട്. ഓക്കെ, സ്കെലിനി മസിൽസ്
Then the anterior muscles എടുക്കുന്നതാണ് cervical regional anterior muscles എടുക്കുന്നതാണെങ്കിൽ longest capitis runs from the anterior tubercle of the cervical transverse process to the occiput. Then the longest colli പിന്നെ ഉള്ളതാണ് longest colli എന്ന് പറയുന്നത് എന്താണ് runs from the thoracic vertebra bodies to the anterior tubercle of the cervical transverse process and cranially from the anterior tubercle of the transverse process of the atlas. Okay, anterior muscles are longest capitis and longest colli. Then the rectus capitis, anterior rectus capitis lateral are able to produce flexion. The main action is flexion. And അപ്പോൾ നമ്മൾ cervical regionും upper thoracic regional muscles ആണ് ഇപ്പോൾ നോക്കിയത്. upper thoracic regionിലും cervical regional കണക്ട് ആയ muscles ആണ് ഇപ്പോൾ നമ്മൾ നോക്കിയത്. Okay, next we are going to move to the lower thoracic and lumbo pelvic regional muscles. ഇപ്പോൾ lower thoracic regionിലും lumbar pelvic regionിലെ മസിൽസ് ആണ് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. അതിനകത്ത് പോസ്റ്റീരിയർ മസിൽസ് എടുക്കുന്നതാണെങ്കിൽ ഇറക്ടർ സ്പൈന കൺസിസ്റ്റ് ഓഫ് ഇറക്ടർ സ്പൈന എന്ന് പറഞ്ഞ ഒരു വലിയ ലാർജ് ഗ്രൂപ്പാണ്. ഓക്കെ ഇറക്ടർ സ്പൈന വിച്ച് കൺസിസ്റ്റ് ഓഫ് ലോങ്ങിസിമസ് ആൻഡ് ഇല്ലിയോ കോസ്റ്റലിസ് മസിൽസ് ഗ്രൂപ്പ്. ഓക്കെ, ലോങ്ങിസിമസ് ഗ്രൂപ്പും ഇല്ലിയോ കോസ്റ്റലിസ് മസിൽ ഗ്രൂപ്പും. ഓക്കെ, ഇൻ ജനറൽ ദീസ് മസിൽസ് ആർ ഐഡൻറ്റിഫൈഡ് ആസ് എക്സ്റ്റൻസേഴ്സ് ഓഫ് ദി ട്രങ്ക് എക്സ്റ്റൻസേഴ്സ് ആണ്. ട്രങ്ക് എക്സ്റ്റൻഷൻ ആണ് ഇതിൻ്റെ ആക്ഷൻ. പിന്നെയുള്ള മസിലുകളാണ് മൾട്ടിഫിഡസ് മസിൽ. ഓക്കെ, മൾട്ടിഫിഡൽ മസിൽസ് ഓഫ് ദ സ്പൈൻ ആർ ദ കോംപ്ലക്സ് ആൻഡ് ഡെമോൺസ്ട്രേറ്റ് സെഗ്മെൻറ്റ് ആൻഡ് റീജിയണൽ ഡിഫറൻസ്. ഓരോ ഏരിയയിൽ എന്താണ് മൾട്ടിഫിഡസിന് ഓരോ സെഗ്മെൻറ്റിലും ഓരോ ആ മൾട്ടിഫിഡസ് എന്ന് പറയുന്നത് നമ്മളെ ഈ ലംബർ റീജിയൻ മേലോളം വരെയുണ്ട്. ഇവിടെ വരെ, അതായത് ഫ്രം ദി ലംബർ റീജിയൻ ടു സെർവൈക്കൽ റീജിയൻ വരെ ഈ മൾട്ടിഫിഡസ് ഉണ്ട്. അപ്പോൾ ഓരോ സെഗ്മെൻറ്റിലും ഓരോ റീജിയണൽ സെഗ്മെൻറ്റ് ഡിഫറൻസ് ആയിട്ടാണ് ഈ മൾട്ടിഫിഡസ് ഉള്ളത്. ഓക്കെ, പിന്നെയുള്ള മസിൽ റൊട്ടേറ്റോറിസ് ആൻഡ് ഇൻ്റർ ട്രാൻസ്വേഴ്സ് array. Rotatoris and intertransverse array are the muscle are frequently described as producing lateral flexion and rotation respectively. Okay, അപ്പോൾ ഇതാണ് ഇറക്ടർ സ്പൈന എന്ന് പറയുന്നത്, ഇല്ലിയോ കോസ്റ്റാലിസ് ലംബർ ലോങ്ങിസിമസ് thoracic ഗ്രൂപ്പ്. ഓക്കെ, ഇതാണ് ഇതുള്ളത്. ലാറ്ററൽ മസിൽസ് എടുക്കുന്നതാണെങ്കിൽ ക്വാഡ്രേറ്റസ് ലംബോറം. ലാറ്ററൽ മസിൽസ് എന്ന് പറയുന്നത് ക്വാഡ്രേറ്റസ് ലംബോറം ഈസ് ദ ഡീപ്പ് ഇറക്ടർ സ്പൈന ആൻഡ് മൾട്ടിഫിഡസ് മസിൽ. ഓക്കെ, ദ ക്വാഡ്രേറ്റസ് ലംബോറസ് വെൻ ആക്ടിങ് ബൈലാറ്ററലി സെർവ്സ് ആൻ ഇമ്പോർട്ടൻറ്റ് ഫ്രോണ്ടൽ പ്ലേൻ സ്റ്റെബിലൈസർ. റൈറ്റും ലെഫ്റ്റും ക്വാഡ്രേറ്റസ് ലംബോർ എന്ന് പറയുന്നത് ഫ്രോണ്ടൽ പ്ലെയിൻ സ്റ്റെബിലൈസറാണ്. ഇത് റൈറ്റും ലെഫ്റ്റും ക്വാഡ്രേറ്റസ് ലംബോറത്തിന് ടുഗദർ രണ്ടും ഒരുമിച്ച് വർക്ക് ചെയ്യുന്നതാണ് ഇതിൻ്റെ ഫംഗ്ഷൻ. ഓക്കെ, വെൻ ആക്ടിങ് യൂണിലാറ്ററലി ദ ക്വാഡ്രേറ്റസ് ലംബോറം ക്യാൻ ലാറ്ററൽ ഫ്ലെക്സ് ദ സ്പൈൻ. ഇപ്പോൾ വൺ സൈഡ് റൈറ്റ് ക്വാഡ്രേറ്റസ് ലംബോറം വർക്ക് ചെയ്യുന്നതാണെങ്കിൽ റൈറ്റ് സൈഡ് ഫ്ലെക്ഷനിലേക്കും ആണ് ഇതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് അറ്റാച്ച്മെൻറ്റ് ആൻഡ് ദ ലംബാർ ട്രാൻസ്വേഴ്സ് പ്രോസസ് അലോയിങ് ടു ദി കൺട്രോൾ ദ റൊട്ടേഷണൽ മോഷൻ ആസ് വെൽ ആസ്. Then the anterior muscles എടുക്കുന്നതാണ് rectus abdominis, external oblique, internal oblique and the transverse abdominis. Abdominal muscles ആണ് ഇതൊക്കെ. rectus abdominis ഉണ്ട്, external oblique ഉണ്ട്, internal oblique ഉണ്ട് and the transverse abdominis. And internal the important role of the stability of the pelvis region, lumbopelvic region, the stability ആണ് ഇതിൻ്റെ മെയിൻ ഫംഗ്ഷൻ. പിന്നെയുള്ള ഒരു മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മസിലാണ് അത് psoas major. Okay, which runs from the lumbar transverse process and the anterolateral vertebral bodies of the T12 to L4 and lumbar in the vertebral disc to the lesser trochanter of the femur. ഇതാണ് anterior muscles. Okay, I will show you the pictures. ഇതാണ് transverse abdominism, internal obliquum, correct, അതാണ് abdominal muscles. ഓരോ ലെയർ ആയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഒറിജിൻ ഇൻസേർഷനൊക്കെ ഓക്കെ. പിന്നെയുള്ളത് പെൽവിക് ഫ്ലോർ മസിൽസ്. പെൽവിക് ഫ്ലോർ മസിൽസ് എന്ന് പറയുന്നത് ഇതാണ് പെൽവിസിൻ്റെ ഫ്ലോറിൽ ആക്ട് ചെയ്യുന്ന മസിൽസാണ് പെൽവിക് ഫ്ലോർ മസിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ പെൽവിക് ഫ്ലോർ മസിൽസിന് നമുക്ക് ഒരുപാട് മസിൽസ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഇൻക്ലൂഡ് മെയിൻ ആയിട്ടുള്ളതാണ് ഏതൊക്കെയാണ്? പ്യൂബോകോക്സിജിയസ്, ഇല്ലിയോകോക്സിജിയസ്, ഓക്കെ, ദെൻ കോക്സിജിയൽ മസിൽസ്, ഗ്ലൂട്ടിസ് മാക്സിമസ്, then okay, ഇതിനകത്ത് ഈ പിക്ചറിൽ നിൽക്കുന്ന ലെവേറ്റർ ആന എന്ന് പറയുന്ന പ്യൂബോകോക്സിജിയസും ഇല്ലിയോകോക്സിജിയസും തമ്മിൽ ടുഗദർ ഫോം ചെയ്യുന്നതാണ് ലെവേറ്റർ ആന എന്ന് പറയുന്നത്. പിന്നെയുള്ള മസിലിനെ ഒപ്റ്ററേറ്റർ ഇൻറ്റേർണസ് ഉണ്ട്,
and then the obturator internals ഉണ്ട്, obturator internals, coccygis ഉണ്ട്, levator and coccygis, pelvic diaphragm, coccygis, levator and then piriformism, പിന്നെ ഗ്ലൂട്ടിയസ് മാക്സിമസ്. ഇത്രയൊക്കെയാണ് ഏത് പെൽവിക് ഫ്ലോർ മസിൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് പെൽവിസിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ ഇൻറ്റേർണൽ ഓർഗൻസ് എന്താണ് സ്റ്റെബിലൈസ് ചെയ്യുന്ന മസിൽസാണ് ഏത് ഇന്റേണൽ അബ്ഡോമിനൽ കമ്പോണൻ്റ്, എല്ലാ കാര്യങ്ങളും സ്റ്റെബിലൈസ് ചെയ്യുന്ന മസിൽസാണ് ഈ ഇതുള്ളത്. ഓക്കെ, പിന്നെ ഉള്ളത് നമുക്ക് എന്താണ് പെൽവിക് ഫ്ലോറിലുള്ളത് ഓപ്പണിംഗ് ആണ് ഏത് യുറേത്ര, വെജൈന ആൻഡ് ആനൽ കനാൽ. യുറേത്രയുണ്ട്, യൂറിനറി പാസ്, വെജൈന ആൻഡ് ആനൽ കനാൽ. ഓക്കെ, അതിനകത്ത് യുറേത്ര കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനൊക്കെ മിക്ചുറേഷനും കാര്യങ്ങളും യൂറിനേഷനും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആരൊക്കെ, ഇതിൻ്റെയൊക്കെ സ്റ്റെബിലിറ്റി, അതായത് പെൽവിക് ഫ്ലോറിൻ്റെയൊക്കെ ഈ പെൽവിക് ഫ്ലോർ മസിൽസിൻ്റെയൊക്കെ എന്താണ് ഫങ്ഷൻ എന്ന് പറയുന്നത് നോർമലി നമ്മളെ മിക്ചുറേഷനും കാര്യങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്യും, പിന്നെ ഇൻറ്റേർണൽ ഓർഗൻസിനെ സപ്പോർട്ട് ചെയ്യും. ഓക്കെ, then voluntary contraction of levator and muscles help to constrict and opening of the pelvic floor and urethra and anus and prevent the unwanted micturition and defecation and stress. അത് നമ്മൾ യൂറിനേഷനും അൺകൺട്രോൾ ആയിട്ടുള്ള യൂറിനേഷൻ, ഇപ്പോൾ പെൽവിക് ഫ്ലോർ മസിലിന് അത് ലെവേറ്റർ തന്നെയാണ് ഈ യൂറിനേഷനും അല്ലെങ്കിൽ ഡെഫിക്കേഷനൊക്കെ എന്താണ് കൺട്രോൾ ചെയ്യുന്നൊരു മെയിൻ ഒരു മസിലാണ് ലെവേറ്ററാണ്. അപ്പോൾ സപ്പോസ് ലെവേറ്ററാനെ വീക്ക്നെസ്സിലേക്ക് പോകുന്നതാണെങ്കിൽ നമുക്ക് എന്താണ് ഈ അറിയാണ്ട് യൂറിനേഷൻ പോകുക, അതിനാന്ന് പറയുന്നത് സ്ട്രെസ് ഇൻകോണ്ടിനൻസ്, അങ്ങനെയൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ഇൻവോളണ്ടറി കൺട്രാക്ഷൻ ഓഫ് ദീസ് മസിൽ ഗ്രൂപ്പ് ഓഫ് ഡ്യൂറിങ് ദ കഫിങ് ആൻഡ് ഹോൾഡിങ് എസ് വൺ ഇൻ ബ്രീത്ത് വെൻ ദ ഇന്റേണൽ ഐപ്രൈസ്, അതായത് നമ്മളെ എന്താണ് ഇൻറ്റേർണൽ നമ്മൾ ചുമക്കുന്ന സമയത്തൊക്കെ എന്താണ് ചുമക്കുന്ന സമയത്ത് ഈ പ്രഷർ നമ്മൾ ഇൻറ്റേർണലിൽ എന്താണ് ഒരു അബ്ഡോമിനിലെ എല്ലാ കാര്യങ്ങളും എല്ലാ ഓർഗൻസും കാര്യങ്ങളും ചുമക്കുന്ന സമയത്ത് എന്താണ് ഈ ഇൻറ്റേർണൽ ഓർഗൻസ് ഒക്കെ എന്താണ് ഒരു കംപ്രഷനിലേക്ക് പോകും. അപ്പോൾ എന്താണ് ഒരു പ്രഷർ കൂടാനുള്ള ചാൻസ് ഉണ്ട്. ആ കൂടുന്ന സമയത്തൊക്കെ ഇൻവോളണ്ടറി കൺട്രാക്ഷൻ, ഈ മസിലൊക്കെ എന്താണ് ഈ കൺട്രാക്ഷൻ ചെയ്തിട്ട് കഫിങ്ങിന് ഇതിനൊക്കെ എന്താണ് ഹോൾഡ് ചെയ്യും, അല്ലെങ്കിൽ കഫിങ്ങിൻ്റെയൊക്കെ പ്രഷർ റെഡ്യൂസ് ചെയ്യും. ഇതാണ് അത്രയൊക്കെയാണ് മസിൽസ് നമ്മൾ കുറച്ച് ഓടിച്ച് പോയിട്ടുണ്ട്. ബിക്കോസ് യു ഓൾറെഡി എന്താണ് നിങ്ങൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്തിട്ട് അനാട്ടമി യു ഡിസ്കസ് ഇൻ ഡീറ്റെയിൽ അബൌട്ട് ദി മസിൽസ്. ഓക്കെ, ദെൻ എഫക്ട്സ് ഓഫ് ഏജിങ്, ഏജ് റിലേറ്റഡ് ആയിട്ട് നമുക്ക് എന്തൊക്കെ ചേഞ്ചസ് ആണ്. The number of both horizontal and vertical tubercle decrease with age. ഓക്കെ, നമ്മൾ എന്താണ് നമ്പർ ഓഫ് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ട്യൂബർക്കിളെ ഡിക്രീസ് വിത്ത് ഏജ്. വെർട്ടിബ്രലിൻ്റെ ട്യൂബർക്ക് എന്ന് പറയുന്നത് ഏജ് കുറയുന്നതനുസരിച്ച് ഏജ് കൂടുന്നതനുസരിച്ചിട്ട് എന്താണ് ഇത് കുറഞ്ഞു വരും. ഓക്കെ, ഈച്ച് ഓഫ് ദി സ്ട്രക്ചേഴ്സ് ഓഫ് ദി intervertebral disc undergo changes including loss of amount of proteoglycans and change in the specific type of proteoglycan വിത്ത് റിസൾട്ടൻ ലോസ് ഓഫ് വാട്ടർ കണ്ടൻറ്റ്. അപ്പോൾ ഏജ് കൂടുന്നതനുസരിച്ച് എന്താണ് ഇതിനകത്തുള്ള വാട്ടർ കണ്ടൻറ്റ് കുറയാനുള്ള ചാൻസും ഉണ്ട്. അതിനകത്ത് ബിക്കോസ് പ്രോട്ടിയോഗ്ലൈക്കൻസിൻ്റെ എമൗണ്ട് കുറയുന്നതുകൊണ്ട് തന്നെ ഇതിനകത്ത് വാട്ടർ കണ്ടൻറ്റ്, അതായത് ഇൻ്റർവേർട്ടിബിൾ ഡിസ്കിൽ വാട്ടർ കണ്ടൻറ്റ് കുറയാനുള്ള ചാൻസും ഉണ്ട്. വിത്ത് ലാർജ് ആൻഡ് റിപ്പീറ്റേറ്റീവ് ലോഡ് ഫോർ ദ ചേഞ്ചസ് ഒക്കേഴ്സ് ഇൻ ദ ഡിസ്ക്. അപ്പോൾ ഒരുപാട് കാലം നിൽക്കുന്ന സമയത്ത് പ്രഷർ കൂടിയിട്ട് എന്താണ് ഡിസ്കിൻ്റെ എന്താണ് തിക്നെസ് കുറയാം. ഓക്കെ, ദ ഡിസ്ക് ഡെമോൺസ്ട്രേറ്റ് dramatic decrease in the elastic and proteoglycans. Elasticity കുറയും, proteoglycansൻ്റെ എമൗണ്ട് കുറയും, വാട്ടർ കണ്ടൻറ്റ് കുറയും. ഓക്കെ, in this case of degenerative disease these are the most there is a more substantial loss in the disc of the disc height with causes ligaments to the placed on the slide. ഒന്നുമില്ല, ഡിസ്ക് ഹെർണിയേഷൻ ഒക്കെ ഡിസ്കിൻ്റെ പ്രോബ്ലം എന്നൊക്കെ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ വാട്ടർ കണ്ടൻറ്റ് കുറയുന്ന തന്നെ എന്താണ് അവിടെ ഡീജനറേറ്റീവ് ചേഞ്ചസ് വരാം, അങ്ങനെയാണ് ഡിസ്കിൻ്റെയൊക്കെ ഇഷ്യൂസ് വരാം. ദെൻ ദി സൈക്കോപോഫീസിയൽ ജോയിൻറ്റ് ക്യാൻ ഓൾസോ ഡെമോൺസ്ട്രേറ്റ് ഏജ് റിലേറ്റഡ് ചേഞ്ചസ് ആൻഡ് ഇവൻച്വൽ ഡീജനറേഷൻ. നമ്മളെന്താണ് സൈക്കോപോഫീസിയൽ ജോയിൻറ്റിലും ആർത്രൈറ്റിക് ചേഞ്ചസും കാര്യങ്ങളും ഉണ്ടാവാം. ഓക്കെ, ഹിയർ വി കംപ്ലീറ്റഡ് ദി എൻറ്റയർ ദ വെർട്ടിബ്രൽ കോളം ടോപ്പിക്. ഓക്കെ, അപ്പോൾ നമ്മളെന്താണ് ഓടിച്ച് പോയിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഗോ ത്രൂ യുവർ ടെക്സ്റ്റ് ബുക്ക്, അനാട്ടമി ടെക്സ്റ്റ് നോക്കുക, ഇപ്പോൾ ഫാബ്രിക്കിൻ്റെ ഒക്കെ അനാട്ടമി ടെക്സ്റ്റ് നോക്കുക.
sacrum, and then the ഓരോ മസിൽസും ഞാൻ പറഞ്ഞിട്ട് ആ മസിൽസിൻ്റെ കോർഡിനേഷൻ ഒക്കെ ജസ്റ്റ് നോക്കുക. ഓക്കെ, the position of sacrum, pelvis, sacroiliac joint, എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് നിങ്ങൾ ടെക്സ്റ്റുമായിട്ട് കോറിലേറ്റ് ചെയ്ത് ഡിസ്കസ് ചെയ്യുക. ഓക്കെ, we completed the entire vertebral column. Okay, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, please go through this video and ask any doubts please. Okay, thank you.